ഇന്ന് നമ്മൾ 2023 ജൂലൈയിൽ എടുത്ത സിട്രിയോൺ EC3യുടെ ഒരു ലോങ് ടേം റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. സിംഗിൾ ചാർജിൽ 320 കിലോമീറ്റേഴ്സ് വരെ മൈലേജ് കിട്ടുന്ന 29.2 kWh ബാറ്ററി പാക്കേജ് ആണ് ഇതിനുള്ളത്. ഫാസ്റ്റ് ചാർജിങ്ങിന് 1 അവറിൽ ഞങ്ങൾ കണ്ടേക്കുന്നത് 80% വരെയും റീചാർജ് ആവുന്നതാണ്. പക്ഷേ ഒരു ഫുൾ റീചാർജിന് എങ്ങനെ വരും, ഈവൻ ഫാസ്റ്റ് ചാർജ് ആണെങ്കിൽ പോലും ഒരു 1 to 2 hours എടുക്കും. നോർമൽ ചാർജിങ്ങിൽ 10 to 12 hours വരെ എടുക്കാറുണ്ട്. പിന്നെ ഈ കാണുന്ന പോലെ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ആണുള്ളത്. 315 liters ബൂട്ട് സ്പേസ് ഉണ്ട് ഇതിന്. അത്യാവശ്യം ലഗേജസ് ഒക്കെ നന്നായിട്ട് കയറുന്നുള്ളൂ. ഈ കാണുന്നത് 2013 ഏറ്റവും ഹൈ എൻഡ് വേർഷനാണ് EC3യുടെ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഇലക്ട്രോണിക് വേർഷൻ ഒന്നുമില്ല, മിനിമലിസ്റ്റിക് ആണല്ല, പുഷ് സ്റ്റാർട്ട് ഒന്നുമില്ല, സാധാരണ കീ ആണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ കൺട്രോൾഡ് മിറേഴ്സ് ഇല്ല, റിയർ ക്യാമറ ഉണ്ടായില്ല, അത് അഡീഷണലി ഫിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ലെതർ സീറ്റ്സ് അല്ല, ക്ലോത്ത് സീറ്റ്സ് ആണ്. പക്ഷേ സ്പേസ് വൈസും കംഫർട്ട് വൈസും മൈലേജ് വൈസും ഒക്കെ അത്യാവശ്യം നല്ലതാണ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പാർക്കിംഗ് മോഡ് ഇല്ല. അതുകൊണ്ട് തന്നെ പാർക്ക് ചെയ്ത് പോകുമ്പോൾ ഹാൻഡ് ബ്രേക്കിലാണ് ഇത് നിൽക്കുന്നത്. ഇനി ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ മേജർ ഫാക്ടറായ മൈലേജിലേക്ക് വരാം. അപ്പോൾ 320 കിലോമീറ്റേഴ്സ് കമ്പനി പറയുന്നുണ്ടെങ്കിലും 100% ചാർജിൽ ഇവിടെ കാണിക്കുന്നത് 230 കിലോമീറ്റേഴ്സ് ആണ്. അതിൻ്റെ 2 കിലോമീറ്റേഴ്സ് നമ്മൾ ഓടിച്ചിരുന്നു, ലോക്കൽ ഓടിച്ചിരുന്നു. വാങ്ങിയപ്പോൾ മുതൽക്കേ 100% ചാർജിൽ 230 തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഒരു ഫംഗ്ഷൻ കൂടാനാണ് തൃക്കോടിത്താനുള്ള സെന്റ് സേവിയേഴ്സ് ചർച്ചിലേക്കാണ് കുറുമ്പടിയിൽ നിന്ന് നമ്മൾ പോകുന്നത്. ഗൂഗിൾ മാപ്പ് ത്രൂ ഒരു 92 കിലോമീറ്റേഴ്സ് ആണ് അവിടെ എത്താനായിട്ട് കാണിക്കുന്നത്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 26,290 കിലോമീറ്റേഴ്സിലാണ്. ഇത് വാങ്ങിയിട്ടുള്ള ആദ്യത്തെ ട്രിപ്പ് മറൈൻ വേൾഡ് അക്വേറിയത്തിലേക്കായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഇവിടെ നിന്ന് 98 കിലോമീറ്റേഴ്സ് ആയിരുന്നു. അത് പോയി തിരിച്ചു വന്നതിന് ശേഷവും ഒരു ബാലൻസ് ഒരു 50 to 60 കിലോമീറ്റേഴ്സ് വരെ ഉണ്ടായിരുന്നു. അതായത് 230 കിലോമീറ്റേഴ്സിന് മുകളിൽ ഇത് റൺ ചെയ്തിട്ടുണ്ട്. പിന്നത്തെ ട്രിപ്പ് മൂന്നാറിലുള്ള ഒരു ഹിൽ സ്റ്റേഷൻ റിസോർട്ടിലേക്കായിരുന്നു, ടോൾ ട്രീ റിസോർട്ട്സ്. അത് വൺ സൈഡ് 87 കിലോമീറ്റേഴ്സ് ആണുള്ളത്. പക്ഷേ അത് ടോൾ ട്രീസിൽ എത്തിയപ്പോഴേക്കും ഫുൾ ചാർജും ഡ്രെയിൻ ഔട്ട് ആയിരുന്നു. പക്ഷേ ത്രൂ ഔട്ട് ദ ജേർണി കുത്തനെ കയറ്റായിരുന്നു. അപ്പോൾ ഹിൽ സ്റ്റേഷൻസിൽ ഈ പറഞ്ഞ മാതിരി 100 കിലോമീറ്റേഴ്സ് വരെയൊക്കെയാണ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ പോയതായിരുന്നു ലോങ്ങസ്റ്റ് ട്രിപ്പ് ട്രിവാൻഡ്രം ഒരു 220 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന്. അത് അവിടെ ചെന്നപ്പോഴേക്കും ചാർജ് കംപ്ലീറ്റ് ഡ്രെയിൻ ഔട്ട് ആയിരുന്നു. ഇപ്പോൾ പോകാൻ പോകുന്നത് നമ്മൾ ചെങ്ങന്നൂരുള്ള ഒരു ചർച്ചിലേക്കാണ്, ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതിന്റെ ബൂട്ട് സ്പേസിൽ ഇപ്പോൾ ഒരു ഡിക്കാത്ലോൺ ഫോൾഡബിൾ ടേബിൾ, 2 ഫോൾഡബിൾ ചെയർസ്, ഒരു കാരിയബിൾ ഹൈ ചെയർ എല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ R4 റാബിറ്റിന്റെ ഒരു കാർ സീറ്റും അറ്റാച്ച്ഡ് ആയിട്ട് വെച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിവ്യൂസ് അത്യാവശ്യം യൂസ് ചെയ്തതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫൈനലി ചെങ്ങന്നൂർ എത്തിയപ്പോൾ ഇതിന്റെ ബാലൻസ് ചെയ്ത് കാണിക്കുന്നത് 203 ആണ്. അതായത് 92 കിലോമീറ്റർ ട്രാവൽ ചെയ്തപ്പോഴേക്കും 25 കിലോമീറ്റർ താഴേക്കാണ് പോയിട്ടുള്ളത്. 205 and 204 ഇടയ്ക്കായിട്ട് ഒരു ഗ്രിപ്പ് ഉണ്ട് ഇതിന്. കിലോമീറ്റേഴ്സ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 26381 ആണ്. അതായത് ഗൂഗിളിൽ പറഞ്ഞേക്കുന്ന കിലോമീറ്റർ ഓടിക്കുന്ന കിലോമീറ്ററും തമ്മിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. അതായത് 91 കിലോമീറ്റേഴ്സ് ആണ് ഇത് നെഗറ്റീവ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഈ ട്രാവൽ ഒരു കൈൻഡ് ഓഫ് ഐഡിയൽ കണ്ടീഷൻ ആയിരുന്നു. കാരണം റോഡ് വളരെ നല്ലതായിരുന്നു, കുഴികളൊക്കെ വളരെ കുറവായിരുന്നു, ട്രാഫിക് ഒക്കെ വളരെ കുറവായിരുന്നു. പിന്നെ പോയ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 60 to 70 ഇടയിലാണ് പോയിട്ടുള്ളൂ. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും 108 കിലോമീറ്റർ ആണ് ബാലൻസ് ഉള്ളത്. അതായത് ബാലൻസ് കിലോമീറ്റർ 26,485. ട്രാവൽ ചെയ്ത് പോയതിനേക്കാൾ കുറച്ച് കൂടുതലാണ് 104 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് വഴി ഒന്ന് തെറ്റിയായിരുന്നു. അതായത് 195 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് ബാലൻസ് 108 കിലോമീറ്റർ കൂടി. കാർ അത്യാവശ്യം സ്റ്റഡി മേക്കാണ്. എന്നിരുന്നാലും NCAP ടെസ്റ്റിൽ ഇതിന് വളരെ ലോ റേറ്റിംഗ് ആണ്. അതായത് 0 അല്ലെങ്കിൽ 1 ആണ് കിട്ടിയിരിക്കുന്നത്. റീസൺസ് നോക്കിയപ്പോൾ അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സേഫ്റ്റി ടെക്നോളജീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വലിയ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിലും NCAP ടെസ്റ്റിന് വളരെ ലോ ആണെങ്കിലും ഇതിന്റെ ലുക്ക് വൈസ് ആണെങ്കിലും ട്രാവൽ കംഫർട്ട് ആണെങ്കിലും പിന്നെ ഡ്രൈവിംഗ് കംഫർട്ട് ആണെങ്കിലും എല്ലാം തന്നെ അത്യാവശ്യം നല്ലതാണ്. അതുകൂടാതെ തന്നെ 25,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടും മൈലേജ് ഒക്കെ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫോളോ അപ്പ് ഒരു വീഡിയോ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.